കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുലിൻ്റെ പേര് ഉണ്ടാകണമെന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. രാഹുൽ ഈ വരുന്ന ഇലക്ഷന് പാലക്കാട് മത്സരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സ്നേഹം ലൈക്കായിട്ടൊന്നും. എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ്, രാഹുലിനെ മത്സരിപ്പിക്കണം, രാഹുലിന് സീറ്റ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊന്ന് അറിയാനാണ്. അങ്ങനെ പാലക്കാട് UDF സ്വാഹ. രാഹുലും മാങ്കൂട്ടവും അതുപോലെ കെ സുധാകരനും അതുപോലെ ശശി തരൂരൊന്നും ഇല്ലാതെ, എന്ത് ശ്രീനാദേവി കുഞ്ഞമ്മയൊന്നും ഇല്ലാതെ എന്ത് കോൺഗ്രസ്, എന്ത് UDF. പാലക്കാടിൻ്റെ കാര്യത്തിൽ വൻ തിരിച്ചടിയാണ് UDF കിട്ടാൻ പോകുന്നത്. പാലക്കാടിൻ്റെ കാര്യത്തിൽ UDF തെറ്റി. രാഹുൽ അല്ലാതെ വേറൊരാൾ അവിടെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ കണ്ടോ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോ. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് പാലക്കാട് 8 നിലയിൽ പൊട്ടി തലയും കുനിച്ച് ഓടുന്ന പിഷാരടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കി. പിഷാരടിയല്ല, VD സതീശനായിരിക്കും തലയും കുനിച്ച് ഓടുന്നത്. കാരണം VD സതീശനാണല്ലോ പാലക്കാട്. VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കളിയാണല്ലോ പാലക്കാട് രമേശ് പിഷാരടിയെ പിടിച്ച് നിർത്താനെ കൊണ്ട്. പിന്നെ എന്തെങ്കിലും രമേശ് പിഷാരടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ചിക്ലിയും കിട്ടി കാണും പാർട്ടിക്ക് വേണ്ടിയിട്ട്, പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോണേ. രാഹുലിന് ഒരു പരിഗണന കൊടുത്തൂടെ? ശരിയല്ലേ? അയാൾക്കൊരു പരിഗണന കൊടുത്തൂടെ? അയാൾ മഹാപാപമൊന്നും അയാൾ ചെയ്തിട്ടില്ലല്ലോ. അയാളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയൊരു തെറ്റ്, അതും വ്യക്തിപരമായിട്ടുള്ളൊരു തെറ്റാണ്. ശരിയാണ്, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു MLA, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ ചെന്ന് ചാടാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് അയാൾക്ക് പറ്റിയൊരു തെറ്റ്. പക്ഷേ അത് അയാളെ കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്ത് കൂട്ടിയ ഒരു കളിയായിരുന്നു. അതിലേക്ക് അയാൾ വന്ന് വീണു, ശരിയാണ്. പക്ഷേ അയാൾക്കൊരു അവസരം കൊടുത്തൂടെ? അയാളെ തിരുത്താനെന്ന് നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? കെ സുധാകരൻ പറഞ്ഞതുപോലെ അയാളെ തിരുത്തിക്കൊണ്ട് വരേണ്ടത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഓരോ പ്രവർത്തകരെയും ഓരോ നേതാക്കളെയും ആവശ്യമായിരുന്നു. അതിനൊട്ട് അവരാരും നിന്നിട്ടുമില്ല, മുതിർന്നിട്ടുമില്ല, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ കെ സുധാകരനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരൻ നട്ടലുള്ളൊരു നേതാവാണ്. പറയേണ്ടടുത്ത് പുള്ളി പറയും. ഇപ്പം കണ്ടില്ലേ, ഇപ്പം ശശി തരൂരിനെ ഈ പറഞ്ഞിട്ടുള്ള ഈ സ്ഥാനാർത്ഥി നിശ്ചയപരമായിട്ട് ഒരു പ്രവർത്തനത്തിനും പാർട്ടിയുടെ ഒരു പരിപാടിക്കും പുള്ളി വിളിക്കുകയോ ക്ഷണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ശശി തരൂർ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതുപോലെ കെ സുധാകരൻ ഡൽഹിക്ക് പോയിട്ടുണ്ട്. എന്തിന്? കണ്ണൂർ മത്സരിക്കണം. കണ്ണൂർ എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തനത്തിന് ഇനി ഇറങ്ങത്തില്ല, ഞാൻ രാജിവെക്കും എന്നുള്ള രീതിയിൽ ഉറച്ചു നിന്ന് കെ സുധാകരൻ. അതാണ് നട്ടലുള്ള നേതാവ്. എന്നിട്ട് ഇവരൊക്കെ പറഞ്ഞ് VD സതീശനൊക്കെ എന്താണ് പറഞ്ഞു വരുത്തിയത്? VD സതീശനും രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത്? ഇവരെ വായിന്നൊക്കെ എന്തൊരു കള്ളത്തരമാണ് വീണതെന്ന് നിങ്ങൾ ചിന്തിച്ചു. അതിൽ കൂടെയൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവരെയൊക്കെ ഇരട്ടത്താപ്പ്. ആരെന്ത് ചോദിച്ചാലും VD സതീശനും രമേശ് ചെന്നിത്തലയും പറയുമ്പോൾ അതൊക്കെ പ്രസ്ഥാനമല്ലേ തീരുമാനിക്കേണ്ടത്. എന്നാൽ പ്രസ്ഥാനത്തിലുള്ള ഈ പറഞ്ഞിട്ടുള്ള യുവ നേതാക്കളായിട്ടുള്ള ഷാഫി പറമ്പിലിനോടും അതുപോലെ വിഷ്ണുവിനോടും ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനോടും ശ്രീനാദേവി കുഞ്ഞമ്മയോടൊക്കെ ചോദിക്കും, പറയും അതൊക്കെ ലീഡർ തീരുമാനിക്കട്ടെ. ലീഡർമാരായ രമേശ് ചെന്നിത്തലയും ഈ പറഞ്ഞിട്ടുള്ള VD സതീശനും തീരുമാനിക്കട്ടെ എന്ന് ചോദിക്കും. VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും ചോദിക്കും, പറയും അതൊക്കെ പ്രസ്ഥാനം. ആരാണ് പ്രസ്ഥാനം? രാഹുലാണ്. രാഹുലിനോട് ചോദിക്കും. ഇതൊക്കെയാണ് ഇവരെ പ്രസ്ഥാനങ്ങൾ. 1-2 വ്യക്തികളാണ് ഈ ഇവരെ ഭാഷയിൽ പ്രസ്ഥാനങ്ങൾ. അല്ലാതെ ഈ പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. 1-2-3 ആളുകൾ അങ്ങോട്ട് തീരുമാനിക്കുക, എഴുതി കുറിച്ച് അങ്ങോട്ട് കൊടുക്കുക, അവരങ്ങ് തീരുമാനിക്കുക, അവരിഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യുക. ബാക്കി ഇവരെ പുറകിൽ നടക്കുന്ന ആളുകളൊക്കെ എന്താണ്? മൂന്നാംകിട ആളുകളാണ്. ഇവർ കൂലിത്തല്ലുകാരായിട്ടാണ് ഇവർ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ. ഇന്ന് ഞാനിപ്പം ഷാഫി പറമ്പിലുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ആ ന്യൂസിനകത്ത് ഷാഫി പറമ്പിലും അതുപോലെ വിഷ്ണു പറയുന്നത് അതൊക്കെ ലീഡർമാരുണ്ടല്ലോ, ലീഡർമാരെ അടുത്ത് ചോദിക്കുക. കാരണം അവർക്ക് പേടിയാണ്. അവരൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അവരും കാണത്തില്ല. അവരെയും പെണ്ണ് കേസിൽ ഉൾപ്പെടുത്തിയിട്ട് അവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനെ കൊണ്ട് ഇവരൊക്കെ ധൃതി കാണിക്കും. അതുകൊണ്ട് അവർക്ക് പേടിയാണ്. അതുകൊണ്ട് മുതിർന്ന നേതാക്കളായിട്ടുള്ള നമ്മുടെ ലീഡർമാരായിട്ടുള്ള രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനൊക്കെ അഭിപ്രായം പറയട്ടെ എന്നുള്ളൊരു മനസ്സില്ലാതെയാണ് അവർ മനസ്സോടെ പറയുമല്ലോ. എന്നാൽ അവർക്ക് അഭിപ്രായം പറയാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അനുവദിക്കുന്നില്ല. കാരണം അവർക്ക് ഈ പ്രസ്ഥാനത്തെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് അതിലൊരു അഭിപ്രായം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പം തന്നെ നോക്കിയേ, രാഹുൽ മാങ്കൂട്ടം പുള്ളി എന്താണ് പറഞ്ഞത്? ഈ പ്രസ്ഥാനത്തിനെ പറ്റി കുറ്റം പറഞ്ഞോ? ഇല്ല. ഈ ഒരു പ്രസ്ഥാനം പറയുവാണ് ഞാൻ മത്സരിക്കണമെങ്കിൽ ഞാൻ മത്സരിക്കും. ആ പ്രസ്ഥാനം മത്സരിക്കേണ്ട എന്ന് പറയുവാണെങ്കിൽ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരെയാണ്? 2-3 ആളുകളാണ് ഈ പ്രസ്ഥാനം. എന്തുവാടേ ഇത്? 1-2 വ്യക്തികളാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനം. ആരെങ്കിലും വീട്ടിൽ വല്ലവരെയും അച്ചിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ ഈ ഒരു പ്രസ്ഥാനം? ഇല്ല. ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ ഒരു പ്രസ്ഥാനം, അല്ലേ?
ആ പ്രസ്ഥാനത്ത് നിൽക്കുന്നവൻ എല്ലാവരും തുല്യരാണ്. വലുതെന്നോ ചെറുതെന്നോ, ഞാൻ മുഖ്യമന്ത്രിയെന്നോ, ഞാൻ പ്രതിപക്ഷ നേതാവെന്നോ, അല്ലെങ്കിൽ ഞാൻ മറ്റേതാണെന്നോ മറിച്ചതെന്നല്ല, എല്ലാവരും തുല്യരാണ് അതിനകത്ത്. ഓക്കെ, രാഹുലിന് ഒരു പരിഗണന കൊടുത്തൂടെ? അയാൾ അത് അർഹിക്കുന്നില്ലേ? ഇനിയും ഈ ക്രൂരത തുടരണോ? അയാളെ മാറ്റി നിർത്തപ്പെടേണ്ടവനാണോ? എല്ലാം കാലം തെളിയിക്കട്ടെ അവനൊപ്പം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുലിൻ്റെ പേര് ഉണ്ടാകണമെന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. രാഹുൽ ഈ വരുന്ന ഇലക്ഷന് പാലക്കാട് മത്സരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സ്നേഹം ലൈക്കായിട്ടൊന്ന് വേണം. എത്ര ആളുകൾ രാഹുലിൻ്റെ തിരിച്ചുവരവ്, രാഹുലിനെ മത്സരിപ്പിക്കണം, രാഹുലിന് സീറ്റ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊന്ന് അറിയാനാണ്. അതുപോലെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇതിനകത്ത് പറയുന്ന കാര്യം കറക്റ്റല്ലേ? ഒരാളുടെ രാഷ്ട്രീയ ഭാവി എന്ത് പെട്ടെന്നാണ് തകർത്ത് തരിപ്പണമാക്കി കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തരിപ്പണമായില്ല. ഇനി ഈ ഇലക്ഷന് രാഹുലിന് സീറ്റ് കൊടുത്തെങ്കിൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഈ ഇലക്ഷൻ. എത്ര പേരെയാണ് വെറുപ്പിച്ചത്? ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള നെടും തൂണുകളായിട്ട് നിന്നിട്ടുള്ള എത്ര ആളുകളെയാണ് വെറുപ്പിച്ചിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടം, ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, പുള്ളിക്കാരിയെ പുറത്താക്കാൻ പല പരിപാടി നടത്തുന്നുണ്ട്. അതുപോലെ ശശി തരൂരിന് ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒന്നിലും പുള്ളിയെ ഉൾപ്പെടുത്താതെ പുള്ളിയെ മാറ്റി നിർത്തി. പുള്ളി ഇപ്പം പരാതിയുമായിട്ട് ഡൽഹിക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ഡൽഹിക്ക് പരാതി അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കെ സുധാകരൻ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. കെ സുധാകരനെ അനുനയിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയും പുറകെ വണ്ടി വിളിച്ചു പോയിട്ടുണ്ട്. ഇവരൊക്കെ എന്താണ് പറയുന്നത്? ഇതിനു മുമ്പേ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനോട് പറഞ്ഞ് മനസ്സിലാക്കി പുള്ളി ഓക്കെ പറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് കെ സുധാകരൻ പറഞ്ഞെന്താണ്? ആരും ഓക്കെ പറഞ്ഞു, ഞാനും ഓക്കെ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ അവരവരുടെ ലാഭത്തിന് വേണ്ടി പറയുന്നതെന്നാണ് പറയുന്നത്, അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കോണം, എല്ലാ കടിപിടി ഈ പ്രസ്ഥാനത്തിലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി. കെ സുധാകരനെ പോലെ ഉള്ളൊരു നേതാവിനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും നാളും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചോര നീരാക്കി പണിയെടുത്ത ഒരാളാണ്. ചോര നീരാക്കി പണിയെടുത്ത കണ്ണൂരിൽ നിന്നിട്ട് ജയിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉയർത്തിക്കൊണ്ടുവന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയൊക്കെ പറയുന്നത് കേൾക്കാതെ ആ വ്യക്തിയൊക്കെ പറയുന്നതിന് പുല്ല് വില കൽപ്പിക്കുകയാണെങ്കിൽ എന്തൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രസ്ഥാനത്തിലിരിക്കുന്ന ഈ കസേര മൂഹികളായിട്ടുള്ള കള്ളക്കിഴവന്മാർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത്? ഈ ഒരു പ്രസ്ഥാനം തകർക്കാനാണോ ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവരവരുടെ ലാഭത്തിനും അവരവരുടെ നേട്ടത്തിനും വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇപ്പം ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരനൊരു സീറ്റ് കൊടുത്തെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ വന്നത്? പോട്ടെ, പുള്ളി ഇനി ആരോ ആയിക്കോട്ടെ, MP ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആരാണെങ്കിലും ഒരു മുതിർന്നൊരു കോൺഗ്രസ് നേതാവല്ലേ? ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത്രയും ചോര നീരാക്കി പണിയെടുത്ത ഒരാളല്ലേ? ആ വ്യക്തിക്ക് പറയേണ്ടത്, ആ വ്യക്തിക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം ഉണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്നത് കേൾക്കാനെ കൊണ്ടും ആ വ്യക്തിക്ക് ഒരു ചാൻസ് കൊടുക്കാനെ കൊണ്ടും ഉള്ളൊരു ഇത് കാണിക്കണ്ടേ, പാർട്ടി കാണിക്കണ്ടേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓക്കെ, ഇനി എന്തായാലും വാർത്തയൊന്ന് കണ്ടു നോക്കാം. പാലക്കാട് ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിട്ട് രമേശ് പിഷാരടിക്ക് സീറ്റ് കൊടുത്തതും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ്, പുതിയ നമ്മളെ ബിഗ് TVയിലെ ന്യൂസ് തന്നെ ആയിക്കോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അലയടിച്ച പാലക്കാട് മണ്ഡലം. അവിടെ ഇക്കുറി മുന്നണികൾക്ക് അഭിമാന പോരാട്ടമാണ്. രമേശ് പിഷാരടിയിലൂടെ UDF മണ്ഡലം നിലനിർത്തുമോ? ശോഭാ സുരേന്ദ്രൻ എന്ന സ്റ്റാർ കാൻഡിഡേറ്റിനെ തന്നെ പാലക്കാട്ട് ഇത്തവണ പരീക്ഷിച്ചുകൊണ്ട് BJP അവിടെ വെന്നിക്കൊടി പാറിക്കുമോ? ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പാലക്കാടിന്റെ വോട്ട് ചിത്രം പരിശോധിക്കാൻ പോവുകയാണ് നമ്മൾ. തൃത്താല, പട്ടാമ്പി, ചിറ്റൂർ, മലമ്പുഴ, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, നെന്മാറ, ആലത്തൂർ, തരൂർ എല്ലായിടവും ചുവന്നു കിടക്കുകയാണ്. LDFിനൊപ്പമാണ്. മണ്ണാർക്കാട് UDFന് ഒപ്പവും. ടൈറ്റ് ഫൈറ്റ് നടക്കുക നേരത്തെ സൂചിപ്പിച്ച ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമായ പാലക്കാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിക്കൊണ്ടുള്ള ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സീറ്റ് നിലനിർത്താൻ UDFന് കഴിഞ്ഞു. 58,389 വോട്ട് രാഹുൽ അവിടെ പിടിച്ചു. P സരനായിരുന്നു കോൺഗ്രസ് വിട്ട് ഇടത് ക്യാമ്പിലേക്ക് എത്തിയ P സരനാണ് LDFന് വേണ്ടി ഇറങ്ങിയത്. 37,293 വോട്ട് പിടിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തായി. രണ്ടാമതെത്തിയത് NDA ആണ്. C കൃഷ്ണകുമാർ 39,549 വോട്ടുകൾ. രാഹുൽ ജയിച്ചത് 18,840 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി. പക്ഷേ ഇക്കുറി സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്ഥാനാർത്ഥി ആരാണ് എന്നതറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. ആ സ്ഥാനാർത്ഥിയെ അറിഞ്ഞിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണോ ആ സീറ്റ് CPIM ഒഴിച്ചിട്ടിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും ഇടതു മുന്നണിക്കായി ഇറങ്ങുക. തൃത്താലയിലേക്ക് വന്നാൽ MP രാജേഷിന്റെ മണ്ഡലം. LDFന് വേണ്ടി MP രാജേഷ് 69,814 വോട്ടുകളുമായി വിജയം സ്വന്തമാക്കിയപ്പോൾ രണ്ടാമതെത്തിയത് VT ബൽറാമാണ്. ബൽറാമിന് കിട്ടിയത് 66,798 വോട്ടുകൾ. ശങ്കുട്ടിദാസ് ആയിരുന്നു NDA
വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? പാലക്കാട് BJPക്ക് സീറ്റ് മേടിച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. BJP തന്നെ കൊണ്ടുപോകും, അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ഇത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് രമേശ് പിഷാരടി അവിടെ പിടിച്ചു നിർത്തുന്നതുകൊണ്ട് ഏറ്റവും ഗുണം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രനാണ്. അത് BJPക്ക് പാലക്കാടിൻ്റെ മണ്ണിലേക്ക് സീറ്റ് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കി, കോൺഗ്രസ് അവിടെ റെക്കോർഡ് വിജയത്തോടു കൂടി 3 വട്ടം ഷാഫി പറമ്പിൽ ജയിച്ചു. 3 വട്ടം ഷാഫി പറമ്പിലിനെ പിന്തുണച്ച് ഈ പറഞ്ഞിട്ടുള്ള അവിടെ ജനങ്ങൾ ആ ഒരു പിന്തുണയും ആ ഒരു സ്നേഹവും അടുത്തത് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനായിരുന്നു, അല്ലേ? രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലിനേക്കാളും ഇരട്ടി വിജയത്തോടു കൂടിയാണ്, റെക്കോർഡ് വിജയത്തോടു കൂടിയാണ് പാലക്കാട് ജയിച്ചത്. ആ വിജയമൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കി, 8 നിലയിൽ പൊട്ടും. LDFന് അവിടെ സീറ്റ് LDFനും കിട്ടത്തില്ല, UDFനും കിട്ടത്തില്ല. BJP കൊണ്ടുപോകും, ശോഭാ സുരേന്ദ്രൻ ജയിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ല, ജയിപ്പിക്കും. കാരണം കഴിഞ്ഞ വട്ടം വരെ UDFന് വോട്ട് കുത്തിക്കൊണ്ടിരുന്ന ആളുകൾ ഈ വട്ടം അത് മാറ്റി ശോഭാ സുരേന്ദ്രന് താമരയ്ക്ക് വോട്ട് കുത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ഇവരെയൊക്കെ ഈ അഹങ്കാരം കാരണം, ഇവരെയൊക്കെ ഈ കടിപിടി കാരണം, കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ആക്രാന്തം കാരണം നിങ്ങൾ നോക്കിക്കേ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം 58,389 വോട്ടിനാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പി സരിനോടും അതുപോലെ ശ്രീ കൃഷ്ണകുമാറിനോടും നിന്ന് LDFിൻ്റെ പി സരിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാളി. പിന്നെ ശ്രീ കൃഷ്ണകുമാറൊക്കെ പിന്നെ ചുമ്മാ ഒരു ഡമ്മിയെ പോലെ പിടിച്ച് നിന്നതേ ഉള്ളൂ. ഈ പി സരിൻ നമുക്കറിയാം, UDFിൽ വി.ഡി. സതീശൻ്റെ കാല് നക്കി നടന്നു, വി.ഡി. സതീശൻ്റെ മൂട് താങ്ങി നടന്നു. അവസാനം എന്താണ്, വി.ഡി. സതീശൻ സരിനെ എടുത്ത് പുറത്ത് കളഞ്ഞല്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പി സരിൻ നൈസായിട്ട് അവിടെ നിന്ന് ചാടി, മറുകൊണ്ടം ചാടി LDFിലേക്ക് കയറി. LDFിൽ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവിടെ നിന്ന് മത്സരിച്ചു, ജയിക്കാം എന്നൊരു മോഹത്തോടു കൂടി മത്സരിച്ചു. അവിടെ സരിന് കിട്ടിയത് 37,293 വോട്ടാണ് അവിടെ സരിന് കിട്ടിയത്. ശ്രീ കൃഷ്ണകുമാർ BJPക്ക് 39,549 വോട്ടാണ്. ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 18,840 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത്. ഈ ഇലക്ഷന് രാഹുൽ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ, ഈ 11,000 മാറിയിട്ടുണ്ടല്ലോ, 50,000 മേല് ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ജയിച്ചേനെ. കാരണം അത്രയ്ക്കും ജനപിന്തുണയുണ്ട്. കാരണം ഈ 1.5 കൊല്ലം കൊണ്ട് രാഹുൽ 50,000 അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു 50,000 അല്ല കിട്ടാൻ പോകുന്നു, 50,000 മേലെ കിട്ടിയേനെ. ഈ 1.5 കൊല്ലം കൊണ്ട് പാലക്കാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം നൽകിയ ആ ഒരു സേവനം, 3 വീടുകൾ പാവപ്പെട്ട ജനങ്ങൾക്ക്, അതുമാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിനായിക്കോട്ടെ, മറ്റു പല കാര്യങ്ങളും രാഹുൽ ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം ഈ വട്ടം രാഹുലിനെ നിർത്തിയായിരുന്നെങ്കിൽ കോൺഗ്രസിന് അത് ഭയങ്കര രീതിയിലുള്ളൊരു തിരിച്ചുവരവ് തന്നെ അതുണ്ടാക്കിയാണ്. പാലക്കാടിന് റെക്കോർഡ് വിജയം തന്നെ ഈ പറഞ്ഞിട്ടുള്ള പാലക്കാട് രാഹുലിൻ്റെ ഒരു പേരിൽ കിട്ടിയേനെ. പക്ഷെ അതൊക്കെ തകർത്ത് കളഞ്ഞില്ലേ? തകർത്തത് ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തെ മാത്രമല്ല, രാഹുൽ എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെയും കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തകർത്ത് കളഞ്ഞത്. ഇനി കെ സുധാകരൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ, കെ സുധാകരൻ ഇപ്പോൾ ഡൽഹിയിലോട്ട് വണ്ടി കയറിയിട്ടുണ്ട്. കെ സുധാകരൻ മത്സരിച്ചേ അടങ്ങുമെന്ന് വാശി പിടിച്ചിരിക്കണം. അങ്ങനെ തന്നെ വേണം, ആ വാശിയിൽ നിന്ന് ഒട്ടും പിന്മാറല്ലേ. കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കസേരയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുവാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സുധാകരനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ശശി തരൂരിനും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കും അവർക്കും മത്സരിച്ചുകൂടാ? അല്ലെങ്കിൽ അവർക്കും ഇതിലോട്ട് ഇറങ്ങിക്കൂടാ? അവർക്കും വാശി പിടിച്ചുകൂടാ? ഇവർക്ക് വാശി പിടിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്കും വാശി പിടിച്ചുകൂടാ? ഇപ്പോൾ കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കെ സുധാകരൻ്റെ അണികൾ ഭയങ്കര പ്രചാരണം വന്ന് ഇപ്പം കണ്ണൂർ നടത്തുന്ന കെ സുധാകരനെതിരെ കെ സുധാകരൻ മത്സരിക്കും, കെ സുധാകരനെ ജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡുകൾ അവരെ ഇപ്പോൾ കണ്ണൂർ വെച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിങ്ങൾ ആ ഒരു വാർത്തയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. 5 മണ്ഡലങ്ങളിൽ തർക്കം തുടരുകയാണ്. മത്സര സന്നദ്ധത അറിയിച്ച് പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്ന കെ സുധാകരൻ MP ഡൽഹിയിലെത്തിയിട്ടുണ്ട്. യാത്രയ്ക്ക് മുൻപ് മല്ലികാർജ്ജുൻ ഖർഗെ സുധാകരനുമായി ഫോണിൽ സംസാരിച്ചു. സ്ഥാനാർത്ഥിയാകണമെന്ന നിലപാട് സുധാകരൻ ആവർത്തിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ബിജേഷ് പുതുമനയും മിജി ജോസും ചേരുകയാണ്. ആദ്യം ബിജേഷിലേക്കാണ്. ബിജേഷ്, ഈ തീരുമാനം, ഈ പാർട്ടി തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് പുറത്തു വരുന്നത് വരെ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് നേതാക്കൾക്ക് വലിയ അസ്വസ്ഥതയാണ്. ഇതിപ്പോൾ നീണ്ടുപോകുന്ന പശ്ചാത്തലം, ഇന്ന് അവസാനിക്കുമോ? ഇന്ന് തന്നെ ഒരു വലിയ പട്ടിക പുറത്തുവിടാനാണോ അണിയറയിൽ നീക്കം നടക്കുന്നത്?
അനൂപ്, എന്തായാലും 70 പേരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. 15 പേര് ഉൾപ്പെടെ 85 പേരുടെ പട്ടിക ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നത്. 10:30-ക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഈ MP-മാരുടെ കാര്യം, പ്രത്യേകിച്ച് കെ സുധാകരൻ്റെയും അടൂർ പ്രകാശിൻ്റെയും കാര്യമാണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാടിലേക്ക് നേതൃത്വം എത്തിയെന്ന സൂചനകളുണ്ട്. ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ കെ സുധാകരനുമായി ഇക്കാര്യം ഫോണിൽ സംസാരിച്ചിരുന്നു എന്നും പറയുന്നു. എന്തായാലും കെ സുധാകരൻ ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായിരിക്കും മത്സരിക്കേണ്ട എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡിൻ്റെതെങ്കിൽ കെ സുധാകരൻ്റെ നിലപാട് എന്തായിരിക്കും എന്നത് പ്രസക്തമാണ്. അതായത് അദ്ദേഹം ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ അതോ നേതൃത്വത്തിന് വഴങ്ങുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശും ഇരുവർക്കും ഈഴവ പ്രാതിനിധ്യം എന്ന നിലയിൽ ഇരുവരെയും മത്സരിപ്പിക്കണം എന്ന് SNDP അടക്കം ശിവഗിരി മഠം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരെ മാറ്റി നിർത്തുന്നത് ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും ഫോർമുലകൾ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാനുണ്ട്. എന്തായാലും ഓക്കെ, കണ്ടല്ലോ. അപ്പം ഇത്രയും ദിവസം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞത് പച്ച കള്ളമായിരുന്നു, പച്ച നുണയാണ്. കെ സുധാകരൻ ഒരു കുഴപ്പമില്ല, കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിലും പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം കെ സുധാകരൻ പറയുന്നത് എന്താണ്? എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ, എനിക്ക് സീറ്റ് നൽകിയില്ല എങ്കിൽ ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല, ഇറങ്ങത്തില്ല. കാരണം ഇത്രയും നാളും പുള്ളി ചോര നീരാക്കി പുള്ളി പണിയെടുത്തു, പുള്ളി പ്രവർത്തിച്ചു, വന്നിട്ട് പുള്ളിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഇല്ല, ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പുള്ളിക്ക് അർഹതപ്പെട്ട അംഗീകാരം ഇന്ന് വരെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്കും. പുള്ളിയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ടുണ്ടല്ലോ. കുരു പൊട്ടിയിട്ടാണ് പുള്ളിയൊക്കെ തകർക്കാനെ കൊണ്ടുള്ള പ്ലാനിങ് നടത്തിയത്. അതുപോലെ ഇപ്പോൾ ശശി തരൂരിൻ്റെ കേസിലും സെയിം ഇതുപോലെ. ശശി തരൂരിന് ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗവല്ലിയുടെ ഇവരൊക്കെ എന്തുകൊണ്ട് ശശി തരൂരിനെ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല? ഇവിടെ എല്ലാം തീരുമാനിക്കുക രമേശ് ചെന്നിത്തലയും VD സതീശനും മാത്രം മതിയോ? ഇതാണ് ഈ കോൺഗ്രസ് പ്രസ്ഥാനം. ഇവരെയൊക്കെ എന്തിനും ഒഴിവാക്കി നിർത്തുന്നു? ഇവരെയൊക്കെ എന്തിനും, ഈ കഴിവുള്ളവരെയൊക്കെ എന്തിനും മാറ്റി നിർത്തുന്നു? അപ്പോൾ ഇവരെ മനസ്സിൽ അജണ്ടയെന്ന് വെച്ചാൽ കഴിവുള്ളവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ, കഴിവുള്ളവരെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്നെക്കാളും മേളിലോട്ട് കയറി പോകുമെന്നുള്ളൊരു പേടിയല്ലേ ഇതിലൂടെ തന്നെ മനസ്സിലാക്കുന്നത്? എന്തായാലും ശശി തരൂരിൻ്റെ വാർത്തയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. സ്ഥാനാർത്ഥി ചർച്ചകളിൽ പങ്കെടുപ്പിക്കാത്തതിൽ ശശി തരൂർ MP അതൃപ്തി. രാഹുൽ ഗാന്ധിയെ അതൃപ്തി അറിയിച്ചു. താൻ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിച്ചില്ലെന്നും തരൂരിന് പരാതിയുണ്ട്. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഈ ചർച്ചകളിലൊന്നും ശശി തരൂരിനെ പങ്കെടുപ്പിക്കുന്നില്ലേ? ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലേ? ഇതേപോലെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അദ്ദേഹത്തെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നു എന്നതിലാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കുറി കുറച്ച് സങ്കീർണമാണോ കാര്യങ്ങൾ? അതായത് പ്രതിഷേധം ശക്തമാണെന്ന് തോന്നുന്നു അല്ലേ ശശി തരൂരിന്? അരുൺകുമാർ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ടാണ് രമേശ് ചെന്നിത്തലയുള്ളത്. മറ്റുള്ളവരൊക്കെ പ്രത്യേക ക്ഷണിതാക്കളാണ്. അതിൽ പ്രവർത്തക സമിതി അംഗങ്ങളായ 2 പേരാണ്, KC വേണുഗോപാലും ശശി തരൂരും. ആ ശശി തരൂരിനെ പൂർണ്ണമായും മാറ്റി നിർത്തുന്നു എന്ന പരാതിയാണ്. ആ പരാതി പലവട്ടം അത് നേതാക്കളോട് പറഞ്ഞെങ്കിലും ചർച്ചകളിലൊന്നും പങ്കെടുപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പോലും ശശി തരൂരിനെ പങ്കെടുപ്പിച്ചില്ല എന്ന പരാതിയാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് ശശി തരൂർ ധരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ചില മണ്ഡലങ്ങളിൽ ചിലരെ പരിഗണിക്കണം. അത് തിരുവനന്തപുരം നേമത്ത്. അതേസമയം തന്നെ കണ്ടല്ലോ, ശശി തരൂരിനെ അവസാനം കരിയേപ്പില വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ശശി തരൂരൊക്കെ BJP-യിലൊക്കെ ആയിരുന്നെങ്കിലുണ്ടല്ലോ, ഇയാളൊക്കെ എവിടെ എത്തേണ്ട മനുഷ്യനാണെന്നറിയോ? ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആയതുകൊണ്ടാണ് ഈ പുള്ളിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നടക്കുന്നത്. ഇത്രയും കഴിവും ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും വിവരവും ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തായിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് എവിടെ എത്തിയതെന്ന് നമുക്ക് അത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ? എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെയും അതുപോലെ കെ സുധാകരനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വരാനിരിക്കുന്ന ഇലക്ഷൻ UDF-ന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളും കെ സുധാകരനെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പിന്തുണ ലൈക്കായിട്ട് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ